ഹലോ, ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപിള്ളി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതായത് ഇന്ന് മിക്കവർക്കും കാലിൽ തരിപ്പുണ്ടാകുന്നു, പെരുപ്പുണ്ടാകുന്നു, അല്ലെ അതിനോടൊപ്പം ചെറിയ വേദനയുണ്ടാകുന്നു. ഇത് ഇന്ന് മിക്കവർക്കും ഉണ്ടാകുന്ന ഒന്നാണ്. പക്ഷേ പലർക്കും അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അല്ലെ അതിൻ്റെ പരിഹാരം എന്താണ് എന്ന് മിക്കവർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമുക്ക് ഈ കാലിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അസുഖത്തെപ്പറ്റി നമുക്കിന്ന് ചർച്ച ചെയ്യാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കാലിൽ തരിപ്പ്, പെരുപ്പ്, ചെറിയ വേദന, അല്ലെങ്കിൽ കാലിൽ തൊടുന്നത് നമ്മൾ അറിയാതിരിക്കുക, അല്ലെങ്കിൽ ചൂട് നമ്മൾ അറിയാതിരിക്കുക, സംവേദന ശേഷി കുറയുക തുടങ്ങിയ പല പ്രശ്നങ്ങൾ കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ചും പ്രായമുള്ളവരിലാണ് ഇത് ഉണ്ടാകുന്നത്. മറ്റു ചിലർക്കാകട്ടെ പ്രമേഹമുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ പ്രമേഹ രോഗികളിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള ഈ രോഗാവസ്ഥയെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്കുണ്ടാകുന്നതിനെ നമ്മൾ പെരിഫറൽ ന്യൂറൈറ്റിസ് എന്ന് ആണ് നാമകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ന്യൂറോപ്പതി എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെ അതിനെ നമുക്ക് പ്രതിരോധിക്കാം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കതിനെ കണ്ടെത്താം, അതിൻ്റെ ചികിത്സ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ന്യൂറോപ്പതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡയബറ്റീസാണ്. ഡയബറ്റീസ് ഉള്ള രണ്ട് കൂട്ടർക്കാണ് ഇത് പ്രധാനമായിട്ടും കാലിൽ തരിപ്പ്, പെരുപ്പ് തുടങ്ങിയ അസുഖങ്ങളുണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയബറ്റീസ് നമ്മൾ ശരിക്ക് കൺട്രോൾഡ് ചെയ്യാത്തവർക്ക് കാലിൽ ന്യൂറോപ്പതി ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതായിട്ട് വളരെ കാലമായിട്ട് ഡയബറ്റീസ് ഉള്ളവരുണ്ട്. അതായത് അവർ ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, പക്ഷേ വളരെ കാലം, അത് ഉദാഹരണമായിട്ട് 10 കൊല്ലമൊക്കെ ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ന്യൂറോപ്പതി വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ന്യൂറോപ്പതി വരുന്നത്, അത് നമ്മൾ പ്രത്യേകമായിട്ടൊന്നും മനസ്സിലാക്കണം. അതായത് ഈ ന്യൂറോപ്പതി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രമേഹം നമ്മുടെ രക്തക്കുഴലുകളെയാണ് ബാധിക്കുന്നത്. രക്തക്കുഴലുകളുടെ വ്യാസം കുറയുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് നമ്മുടെ ശരീരത്തിലെ ചെറുതും വലുതുമായ എല്ലാ രക്തക്കുഴലുകളെയും ബാധിക്കും. അങ്ങനെ രക്തക്കുഴലുകളെ ബാധിക്കുന്നതുകൊണ്ടാണ് ചിലർക്ക് കണ്ണിന് റെറ്റിനോപ്പതി വരുന്നത്, ചിലർക്ക് സ്ട്രോക്ക് വരുന്നു, ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അതായത് ഹൃദയത്തിന് രക്തം കിട്ടാതെ വരുന്നുണ്ട്. ചിലർക്ക് കിഡ്നിക്ക് പ്രോബ്ലം വന്നാൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നു, അത് കിഡ്നിക്ക് രക്തം കിട്ടാത്തത് കൊണ്ടാണ്. കാലിലേക്ക് രക്തം കിട്ടാതെ വരുന്നതുകൊണ്ട് ചിലർക്ക് ഡയബറ്റിക് ഫുഡ് വരുന്നു. മാത്രവുമല്ല, കാലിലേക്കുള്ള രക്തക്കുഴലുകളെ ഇത് ബാധിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ രക്തക്കുഴലുകളെയും ബാധിക്കും. അപ്പോൾ നമ്മുടെ ഞരമ്പിനും രക്തം അല്ലെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും ഓക്സിജനും അതിൻ്റെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും ആവശ്യമാണ്. അപ്പോൾ ചെറിയ രക്തക്കുഴലാണെങ്കിൽ പോലും അതിൻ്റെ വ്യാസം കുറഞ്ഞു പോകുന്നു. ഞരമ്പ് കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുന്നു, ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടാതെ വരുന്നു. അപ്പോൾ അതിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നു. അതാണ് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. പ്രമേഹം മാത്രമല്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ ന്യൂറോപ്പതി ഉണ്ടാകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആൽക്കഹോളിക് ന്യൂറോപ്പതിയാണ്. അതായത് ആൽക്കഹോൾ അമിതമായിട്ട് കഴിക്കുന്നവർക്ക് ന്യൂറോപ്പതി ഉണ്ടാവും. പിന്നെ മറ്റൊന്ന് ഡിസ്ക് പ്രോബ്ലമാണ്. അതായത് നടുവിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെർട്ടിബ്രയ്ക്ക് ഇടയ്ക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു കുഷനുണ്ട്, അത് പുറത്തേക്ക് തള്ളുന്നതിനെയാണ് ഡിസ്ക് പ്രോബ്ലം എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. അങ്ങനെ ഡിസ്ക് പ്രോബ്ലം ഉള്ളവർക്ക് കാലിൽ തരിപ്പ്, പെരുപ്പ് ഒക്കെ ഉണ്ടാകാം. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആർട്ടീരിയൽ ഡിസീസ് ഉള്ളവർക്ക്, അതായത് നമ്മുടെ രക്തക്കുഴലുകളെ പല രോഗങ്ങളും ബാധിക്കാം. അതിറോസ്ക്ലീറോസിസ് എന്ന രോഗമുണ്ട്. അതായത് കൊളസ്ട്രോളൊക്കെ രക്തക്കുഴലിൽ അടഞ്ഞു കൂടിയിട്ട് അതിന് ബ്ലോക്ക് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് അതിന് താഴെയുള്ള ഭാഗത്തേക്ക് രക്തം കിട്ടാതെ വരുന്നു, ഓക്സിജൻ കിട്ടാതെ വരുന്നു. അങ്ങനെ ഉള്ള അസുഖത്തെയാണ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്നീ രോഗങ്ങളുണ്ട്. അതായത് പ്രായമുള്ളവർക്ക് അവരുടെ രക്തക്കുഴലുകൾ കൂടുതൽ സ്റ്റിഫാവുന്നു, അപ്പോൾ അതിൻ്റെ വ്യാസം കുറയുന്നു, അപ്പോൾ അതിൽ കൂടിയുള്ള രക്തഓട്ടം കുറയുന്നു. അപ്പോൾ അതും നമ്മുടെ ഞരമ്പുകളെ ബാധിക്കും. പിന്നെ മറ്റൊന്ന്, സ്മോക്കിംഗ് കൂടുതലുള്ളവർക്കും ഈ ന്യൂറോപ്പതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്മോക്കിങ് നമ്മുടെ രക്തക്കുഴലുകളുടെ ഏറ്റവും വലിയൊരു ശത്രുവാണ്. അത് അപ്പം സ്മോക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ രക്തക്കുഴലുകളിൽ അടഞ്ഞു പോകും, അതിൻ്റെ വ്യാസം കുറയും. അപ്പോൾ അതിൽ കൂടെ രക്തഓട്ടം കുറയുന്നത് കൊണ്ട് ഞരമ്പിലേക്ക് കിട്ടുന്ന രക്തത്തിൻ്റെയും ഓക്സിജൻ്റെയും ഒക്കെ അളവ് കുറയുന്നു. അത് ന്യൂറോപ്പതി ആയിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ന്യൂറോപ്പതി ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.
നമ്മൾ സൂചിപ്പിച്ചു. അതായത് കാലിന് പെരുപ്പുണ്ടാകുന്നു, മരപ്പുണ്ടാകുന്നു, ചിലർക്ക് അതോടൊപ്പം ചെറിയ വേദന വരുന്നു. ഇതുകൂടാതെ മറ്റു ചിലർക്ക് കാലിൽ സൂചി കൊണ്ട് കുത്തുന്ന പോലുള്ള ഒരനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. മറ്റു ചിലർക്കാകട്ടെ കാലിൽ ഉറുമ്പ് കടിക്കുന്ന പോലെ ആയിരിക്കും ചിലർക്ക് തോന്നുന്നത്. ചിലർക്ക് കാലിൽ തൊട്ടാൽ ചിലപ്പോൾ അറിയാതെ വരുന്നു. മറ്റു ചിലർക്കാകട്ടെ കാലിലെ രോമങ്ങൾ പൊഴിഞ്ഞു പോകുന്നു. മറ്റു ചിലർക്കാകട്ടെ കാലിലെ വേർപ്പ് കുറയുന്നു. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളോട് കൂടിയാണ് ന്യൂറോപ്പതി പലരെയും ബാധിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് ധാരാളം ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂറോപ്പതിയുടെ കോംപ്ലിക്കേഷൻ എന്താണ്? ഈ ന്യൂറോപ്പതി നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളിലേക്കും അത് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാം. അതായത് ന്യൂറോപ്പതി ചികിത്സിച്ചില്ലെങ്കിൽ നമുക്ക് കാലിൽ ചിലപ്പോൾ തൊടുന്നത് അറിയത്തില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതായത് കാലിലേക്ക് ഉള്ള സ്പർശനശേഷി കുറയുന്നു, കാലിലേക്കുള്ള ചൂട് അല്ലെങ്കിൽ തണുപ്പ് അറിയാനുള്ള ശേഷി കുറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്. പല ഡയബറ്റിക് പേഷ്യൻ്റ് ഞങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. അതായത് അവർ കാലിന് വേദനയ്ക്ക് ചിലപ്പോൾ ചൂട് വെക്കുന്നതായിരിക്കും. നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ചൂട് എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ സാധാരണ നമുക്കറിയാം, ചൂട് അറിയുമ്പോൾ നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെ അതിൻ്റെ ഗൗരവം മനസ്സിലാവും. പക്ഷേ പ്രമേഹം ഉള്ളവർക്ക് അതറിയത്തില്ല. നമ്മൾ റോഡിൽ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് സിഗരറ്റ് വലിച്ച ഒരാളൊരു സിഗരറ്റ് കുറ്റി റോഡിൽ കിടക്കുന്നു, നമ്മളറിയാതെ ചെരുപ്പില്ലാതെ ഇത് ചവിട്ടിയെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നമ്മൾക്ക് ആ സെൻസേഷൻ അറിയുകയും ചൂടറിയുകയും നമ്മൾ പെട്ടെന്ന് തന്നെ കാല് നമ്മൾ പിൻവലിക്കുകയും നമ്മുടെ കാല് പൊള്ളാതിരിക്കുകയും ചെയ്യും. പക്ഷേ പ്രമേഹ രോഗികളെ സംബന്ധിച്ച് അത് നടക്കുകയില്ല. അതായത് അവരത് പൊള്ളിയാലും അവരതറിയുന്നില്ല. പിന്നെ മറ്റൊന്നുണ്ട്, നമ്മൾ ചെരുപ്പിടാതെ ഈ പ്രമേഹ രോഗികൾ നടക്കരുത് എന്നാണ് പറയുന്നത്. അവർ ചെരുപ്പിടാതെ ചിലപ്പോൾ വേനൽക്കാലത്ത് നട്ടുച്ചയ്ക്ക് ചിലപ്പോൾ ടാറിട്ട റോഡേ നടന്നു കഴിയുമ്പോൾ കാലിൽ ചൂട് വന്നു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ അതറിയില്ല. അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ നല്ല വേനൽക്കാലത്ത് ഒരു 10 മണി കഴിഞ്ഞുള്ള പ്രദക്ഷിണ വഴിയിൽ കൂടി ചെരുപ്പിടാതെ നടക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കാലങ്ങ് പൊള്ളിപ്പോവും. മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. അപ്പോൾ ചൂട് അല്ലെ തണുപ്പ് അറിയാതെ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടമാണ്. കാലിൽ അവർക്കൊരു മുള്ളു തറച്ചു, പ്രമേഹ രോഗികൾ അത് അറിയുകയില്ല, അല്ലെ ന്യൂറോപ്പതി ഉള്ളവർ അത് അറിയുകയില്ല. മുള്ളു തറച്ചിരുന്നാൽ പോലും അതിൻ്റെ വേദന അവരറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരത് അറിയുന്നില്ല, ചികിത്സിക്കുന്നില്ല. മറ്റുള്ളവർക്കാണെങ്കിൽ അതറിയും, അല്ലെങ്കിൽ മുള്ള അവർ പെട്ടെന്ന് എടുത്തു കളയും, എന്നിട്ട് അവർ വേണ്ട ചികിത്സ പെട്ടെന്ന് തന്നെ നൽകുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂറോപ്പതിയുടെ ചികിത്സിച്ചില്ലെങ്കിലുണ്ടാകുന്ന അപകടങ്ങൾ. പിന്നെ മറ്റൊന്ന് ഡയബറ്റിക് ഫുഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക. അതായത് പ്രമേഹമുള്ളവർക്ക് ന്യൂറോപ്പതി വന്നു കഴിയുമ്പോൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ കാലിലൊരു മുറിവുണ്ടായാൽ അറിയുകയില്ല, കാലിൽ വ്രണമുണ്ടായാൽ അറിയുന്നില്ല, കാലിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നാലും അവരത് പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല, അറിയുന്നില്ല. ഇപ്പം നമ്മൾ നഖം വെട്ടുമ്പോൾ ഒരു മുറിവുണ്ടായാൽ പോലും അവർക്ക് വേദന അനുഭവപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ മുറിവുകൾ ചിലപ്പോൾ പഴുത്ത് ചിലപ്പോൾ കാലിൻ്റെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. കാല് ചിലപ്പോൾ മുട്ടിന് താഴെയോ മുകളിലോ വെച്ചോ ഒക്കെ മുറിച്ചു മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളെയാണ് ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ന്യൂറോപ്പതിയുടെ ഒരു കോംപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂറോപ്പതിയുടെ കോംപ്ലിക്കേഷൻ. അപ്പോൾ ഈ ന്യൂറോപ്പതി കണ്ടെത്താൻ ചില മാർഗ്ഗങ്ങളുണ്ട്, ചില പരിശോധനകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബയോതെസിയോമീറ്റർ എന്ന് പറയും. അപ്പോൾ അതൊരു ചെറിയ ഉപകരണമാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ന്യൂറോപ്പതി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന് നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയാണ്. അത് ഡോക്ടർമാരാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെർവ് ആരോഗ്യമുള്ളതാണോ എന്ന് നാഡി ആരോഗ്യമുള്ളതാണോ എന്ന് കണ്ടെത്തുവാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് CT സ്കാനോ അല്ലെ MRI സ്കാനോ ഒക്കെ ആവശ്യമായിട്ട് വരും. കാരണം ഇതൊരു ഡിസ്ക് പ്രോബ്ലം ആണെങ്കിൽ അങ്ങനെയുള്ള പരിശോധന ചെയ്താലേ ഡിസ്കിൻ്റെ പ്രത്യേകതകൾ അതിന് തെന്നി മാറിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഡോപ്ലർ സ്റ്റഡീസ് വേണ്ടി വരും. അതായത് കാലിലേക്കുള്ള രക്തഓട്ടം ശരിയാണോ, ധമനികളിൽ കൂടിയുള്ള രക്തഓട്ടം നല്ല രീതിയിലുണ്ടോ, ധമനികൾ എവിടെയെങ്കിലും അടഞ്ഞു പോയിട്ടുണ്ടോ, കൊളസ്ട്രോളൊക്കെ വന്ന് ബ്ലോക്കായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സ്കാനിൽ കൂടി ഡോപ്ലർ സ്റ്റഡീസിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരം പരിശോധനകൾ ചെയ്യേണ്ടി വരും. ഇനി നമുക്കതിൻ്റെ മാനേജ്മെൻറ്റ് ഒന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്കതിന് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുകൂടി മനസ്സിലാക്കണം. നമുക്ക് ഈ ന്യൂറോപ്പതി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രമേഹമുള്ളവർ ആ പ്രമേഹത്തെ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്തുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്മോക്കിംഗ് ഉള്ളവർ സ്മോക്കിംഗ് ഉപേക്ഷിക്കുക.
മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ന്യൂറോപ്പതി ആണെങ്കിൽ മദ്യം തീർത്തും ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കുകയോ ചെയ്യുക. ഡിസ്ക് പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ ഓർത്തോപീഡിക് സർജനെ കാണിച്ച് അതിനുള്ള ചികിത്സ ചെയ്യുക. പിന്നെ പ്രായമാകും തോറും നമുക്കിങ്ങനെയുള്ള ഈ ന്യൂറോപ്പതി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ന്യൂറോപ്പതി വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചികിത്സ, ഇങ്ങനെയുള്ള ചില പരിപാടികൾ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ വൈറ്റമിൻസിൻ്റെ ഉപയോഗം കൂട്ടണം. വൈറ്റമിൻ B12 വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. വൈറ്റമിൻ B12ൻ്റെ കുറവ് കൊണ്ടും നമുക്ക് ന്യൂറോപ്പതി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വൈറ്റമിൻസ് കൂടുതൽ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കണം. ഏറ്റവും പ്രധാനം നമ്മൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക എന്നതാണ്. എല്ലാ ദിവസവും വ്യായാമം ചെയ്യുമ്പോൾ ഉദാഹരണമായിട്ട് 4 കിലോമീറ്റർ നിങ്ങൾ വേഗതയിൽ നടക്കുന്നു, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആ വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയം കൂടുതൽ രക്തം പമ്പ് ചെയ്യും. അങ്ങനെ ആ രക്തം കൂടുതൽ പമ്പ് ചെയ്യുന്നതിൻ്റെ ഒരംശം നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തും. നിങ്ങളുടെ കാലിലെ വിരൽത്തുമ്പ് വരെ ആ രക്തം എത്തുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഞരമ്പ് കോശങ്ങൾക്കും കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും കിട്ടും. അപ്പോൾ അതിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ന്യൂറോപ്പതിയെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ചികിത്സയിലേക്ക് കടക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു അസുഖമാണ്. ഡിസ്ക് പ്രോബ്ലമൊക്കെ ആണെങ്കിൽ നമുക്കിത് മാറ്റാം. ബാക്കി അല്ലാതെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ന്യൂറോപ്പതി, ഉദാഹരണമായിട്ട് ഡയബറ്റിക് ന്യൂറോപ്പതി ആണെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയില്ല. പക്ഷേ നമുക്കതിനെ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് ആദ്യമായിട്ട് ഡയബറ്റീസിനെ നല്ലപോലെ നിങ്ങൾ നിയന്ത്രിച്ച് നിർത്തുക. നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്തുക. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ലിക്കർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഉപേക്ഷിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് ഞങ്ങളൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്. അതായത് മീഥൈൽ കോബാലമീൻ എന്നൊരു വൈറ്റമിൻ ഇതിന് വളരെ അത്യാവശ്യമാണ്. അതൊരു നെർവ് ടോണിക്കാണ്. അത് സപ്ലിമെൻ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുളികൾ കൊടുക്കും. വേദനയുണ്ടെങ്കിൽ അതിനകത്ത് പ്രിഗാബാലിൻ എന്ന മരുന്ന് ചേർന്ന മരുന്നായിരിക്കും ചിലപ്പോൾ നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ടറെ കണ്ടോ അല്ലെങ്കിൽ ഡയബറ്റോളജിസ്റ്റിനെ കൊണ്ടോ ഒക്കെ ഫിസിഷ്യനെ കൊണ്ടോ ഒക്കെ ചികിത്സിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ന്യൂറോപ്പതിയെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ തരിപ്പ് കുറയും, നമ്മുടെ പെരുപ്പ് കുറയും. അങ്ങനെ തീർത്ത് മാറ്റാൻ പറ്റുകയില്ലെങ്കിലും നല്ലപോലെ കൺട്രോൾ ചെയ്ത് നമുക്ക് ജീവിതം ആസ്വദിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.